പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വ്യത്യസ്തമായ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതിന് വേണ്ടി ഈ ദിവസം ഇങ്ങനെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഇടയിൽ വളരെയധികം ആളുകൾക്ക് ആശയക്കുഴപ്പമുള്ള ഒരു വിഷയമാണ് സഭ എന്നുള്ളത്. ഇപ്പോ ലോകത്തിലെ ആകമാനം ചർച്ച, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ സഭ, ഇന്ത്യയിൽ നമ്മൾ കലീസിയ എന്നൊക്കെ പറയുന്ന പദങ്ങൾക്ക് ആളുകൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ വണ്ണം ആൾക്കൂട്ടങ്ങൾ സഭയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ് ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭ, അതിന്റെ അടയാളങ്ങൾ, അതിന്റെ വിശേഷണങ്ങൾ, അതിന്റെ അർത്ഥം, അതിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ ആവശ്യമായി ഇരിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അനേകം ആളുകൾ അവർ പോകുന്ന കൂടിവരവിനെ സഭയെന്നും അത് വിശുദ്ധമെന്നും വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി സഭയെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക എന്നുള്ള ഒരു താല്പര്യത്തിൽ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് കാരണമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് കൊച്ചിയിൽ നിന്നും പാസ്റ്റർ ജോയ്ക്ക് ജോസഫ് ഉണ്ട്, ഷാർജയിൽ നിന്നും ബ്രദർ സൈമൺ, കൊച്ചിയിൽ കാക്കനാട് നിന്നും ബ്രദർ വിൽസൺ ഉണ്ട്. ഇന്ന് പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ് ദൈവത്തിന്റെ സത്യസഭ? ലോകത്ത് ആളുകൾ ആയിരക്കണക്കിന് ബ്രാൻഡ് സഭകൾ ഉള്ളപ്പോൾ പ്രാരംഭത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രാരംഭത്തിൽ ഇല്ലാത്തത് പിന്നീട് എങ്ങനെ ഇത്തരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഭകളും പതിനായിരക്കണക്കിനുള്ള ഉപദേശങ്ങളും വേഷവിധാനങ്ങളുമായി ഇന്ന് തരംതിരിഞ്ഞിരിക്കുന്നതെല്ലാം സഭയെന്ന് അതിലെ വിശ്വാസികളും അതിലെ ഉപദേഷ്ടാക്കന്മാരും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ ശരീരം എന്ന് നാം പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മീയ ഗൃഹം എന്ന് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സത്യസഭയെ സംബന്ധിച്ചുള്ള ബൈബിൾ അടിസ്ഥാനത്തിലുള്ള പരിജ്ഞാനം ജനങ്ങൾക്കുണ്ടാകണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും വിവിധ കൂട്ടായ്മകളിൽ പെട്ട് നിൽക്കുന്ന പലരും തങ്ങൾ വിശ്വസിക്കുന്ന സഭയാണ് എന്ന് ശരിയെന്ന് അവകാശപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ദി പെന്തക്കോസ്റ്റ്, TPM ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവരും TPM ആണ് ദൈവത്തിന്റെ സത്യസഭ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള സഭകളും അവർക്ക് അതിൽ പൂർണ്ണമായ ഒരു തൃപ്തി ഇല്ലെങ്കിൽ പോലും തങ്ങളുടെ സഭ ദൈവികമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഏതാണ് ദൈവസഭ എന്ന് തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ അനേകർക്ക് തങ്ങൾ നിൽക്കുന്ന സഭയെ സംബന്ധിച്ചുള്ള ഒരു പരിജ്ഞാനത്തിനും ഒരു തിരിച്ചറിവിനും ഒരു യഥാർത്ഥ സത്യസഭയുടെ ഉപദേശത്തിലേക്കും കൂട്ടായ്മയിലേക്കും കടന്നു വരാൻ ഈ വീഡിയോ കാരണമായി തീരുമെന്ന് ഞങ്ങൾ കർത്താവിൽ ആശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ആരംഭിക്കാനായിട്ട് ചില ചോദ്യങ്ങൾ പ്രാരംഭമായിട്ട് പാനലിസ്റ്റുകളോട് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പമുള്ള ദൈവദാസന്മാര് ശുശ്രൂഷയിലും ദൈവവചന ഘോഷണത്തിലും പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനലിലും വളരെ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ സഭയെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളുണ്ട്, സ്നാനത്തെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളുണ്ട്, ദൈവത്തെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളുണ്ട്, വിപരീതമായി ഉള്ള ഉപദേശങ്ങളെ ഖണ്ഡനം ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ സത്യസഭയെ സംബന്ധിച്ച് നല്ല പരിജ്ഞാനമുള്ള ഏതാനും പാനലിസ്റ്റുകൾ നമ്മളോടൊപ്പമുണ്ട്. അവരെ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് വന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുക. അപ്പൊ പ്രാരംഭമായി എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പാസ്റ്റർ ജോയ് കെ ജോസഫിനോടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സഭ എന്ന് പറഞ്ഞാൽ അതിന് വളരെ വലിയൊരു വിശാലമായ ഒരു ഇതിലേക്ക് പോകാൻ നമുക്ക് തൊട്ടു പിന്നാലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സഭ എന്ന വാക്കിന്, അല്ലെങ്കിൽ ചർച്ച് അല്ലെങ്കിൽ സഭ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പദത്തിനെ സംബന്ധിച്ച് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു
നിർവചനം പറയുകയാണെങ്കിൽ സഭ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ്. അത് വളരെ അനിവാര്യമായ ഒരു ചോദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ കൂട്ടായ്മകളും സഭകളാണെന്ന് ആളുകൾ അവകാശപ്പെടാറുണ്ട്. അതിനോട് ചേർന്ന് ചോദിക്കാനുള്ളൊരു കാര്യം, സഭ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സഭകളെല്ലാം വ്യത്യസ്തമായ പേരുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ച് എന്നുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നുണ്ട്, പിന്നെ WME എന്നുണ്ട്, വേൾഡ് ഇവാഞ്ചലിക്കൽ മിഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ധാരാളം ചർച്ചകളുണ്ട്. ഞാൻ അതിന്റെ എല്ലാത്തിന്റെയും പേരുകളിലേക്ക് അല്ലെങ്കിൽ അബ്രിവേഷനിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ പട്ടത്ത സഭകൾ അവർ ദൈവത്തിന്റെ സഭയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ലോകത്തിൽ ഇങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഉപദേശങ്ങളിലും വേഷഭൂഷാദികളിലും ഒക്കെ നിൽക്കുന്നവരെല്ലാം പൊതുവായി സഭ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സഭ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? അതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ഒരു നിർവചനം നമുക്കിന്ന് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അതുകൊണ്ട് തന്നെ ഈ സഭകൾ തമ്മിലുള്ള ഇങ്ങനെയുള്ള ആശയപരമായ അല്ലെങ്കിൽ വേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ ഒക്കെയുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് പിന്നാലെ നമുക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി എന്താണ് സഭ എന്നുള്ളതിനെ സംബന്ധിച്ച് ബൈബിൾ അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ ഈ ചോദ്യം പാസ്റ്റർ ജോയിയുടെ അടുക്കിലേക്ക് വെക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ചോദ്യമാണ് ജോസ് ഫൊറീസ് പാസ്റ്റർ ചോദിച്ചത്. എന്താണ് സഭ? വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം, അതിനെയാണ് സഭ എന്ന് പറയുന്നത്. എക്സാക്ട്ലി. ലോകത്തിൽ നിന്ന് എക്ലീസിയ, ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തിൽ വസിക്കുമ്പോഴും അവരുടെ പ്ലാറ്റ്ഫോം മറ്റൊന്നാണ്. അവർ ഈ ലോകത്തിൽ വസിക്കുമ്പോഴും അവരുടെ ഈ ലോകത്തിലുള്ള എല്ലാവിധമാകുന്ന അനാചാരങ്ങളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, അനീതിയിൽ നിന്നും, ദുർമാർഗങ്ങളിൽ നിന്നും, വിഗ്രഹ ആരാധനയിൽ നിന്നും വേർതിരിച്ച് ഒരു കൂട്ടത്തെ, ആ വേർതിരിച്ചുള്ള ആ കൂട്ടത്തിനാണ് സഭ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കർത്താവിന്റെ വചനം അത് തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സഭയുടെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ലോകത്തിന്റെ ഇമ്പങ്ങളുടെയും ലോകത്തിന്റെ എല്ലാവിധമാകുന്ന ലോകത്തിന്റെ ഒഴുക്കിനെതിരായിട്ട് നീന്തിപ്പോകുന്നതാണ് സഭ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തന്നെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. എന്തിനു വേണ്ടി? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് സഭ. ചോദ്യം ഓക്കെ, വളരെ വ്യക്തമാണ്. ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് പാസ്റ്റർ പറഞ്ഞത്. സഭയെ സംബന്ധിച്ചുള്ള ബൈബിളിന്റെ കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും പാസ്റ്റർ പറഞ്ഞതും വളരെ വ്യക്തമാണ്. കോൾഡ് ഔട്ട് പീപ്പിൾ എന്നാണ് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ അടിമ വീട്ടിലായിരുന്നപ്പോൾ അവർക്ക് ദൈവം മോശയോട് അരുളി ചെയ്തതിന് പ്രകാരം തന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് മോശ ഫറവോനോട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പറയുമ്പോൾ ഫറവോൻ പറയുന്നത്, നിങ്ങൾക്ക് ആരാധിക്കാൻ എന്തിനാണ് മരുഭൂമിയിൽ പോകുന്നത്? ഇവിടെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി തരാം. നിങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരാധിക്കാം, അതുകൊണ്ട് സംവിധാനങ്ങളൊക്കെ ഒരുക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് 3 ദിവസത്തെ വഴി താണ്ടി മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും പോയിട്ട് വേണം ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ. അപ്പം അടിമ വീട്ടിൽ നിന്നുകൊണ്ട്, എല്ലാ അടിമത്തത്തിന്റെ സംസ്കാരങ്ങളിലും നിന്നുകൊണ്ട് ലോകത്തോട് മുഴുവൻ മിക്സ് ചെയ്ത്, അതിൽ നമുക്കറിയാം നമ്മൾ കാണുന്ന ലോകത്തിലെ സഭകൾ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് പല സമ്പന്നന്മാരും അധാർമിക ബിസിനസ് ചെയ്യുന്നവരായിരിക്കും, അബ്കാരി കോൺട്രാക്ടേഴ്സ് ആയിരിക്കാം, ഗുണ്ടായിസം നടത്തുന്നവരായിരിക്കാം,
പണം മണി വലിയ പലിശയ്ക്ക് ലെൻഡ് ചെയ്യുന്നവരായിരിക്കാം. അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ആ സഭയ്ക്കകത്ത് നിൽക്കാം, ആ കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കാൻ പറ്റും. എന്നാൽ നമുക്കറിയാം, ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു പൊതുജനനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. ഞാൻ ജോയ് പാസ്റ്ററെ പറഞ്ഞതിനെ കടന്നു കയറി പറയല്ല, ഞാൻ അതിന് ഒരു കൂടുതൽ അതിന് കുറച്ചുകൂടെ എൻഡോഴ്സ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്താണ് സഭ. ആ സഭ തുടർന്നങ്ങോട്ടുള്ള ചോദ്യങ്ങളിൽ സഭയുടെ വിശുദ്ധിയെ സംബന്ധിച്ച്, ഉപദേശങ്ങളെ സംബന്ധിച്ച്, ആ സഭയിൽ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സഭയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്, ആ സഭ ഏത് വിധത്തിലുള്ളതായിരിക്കും, അതിന്റെ അടയാളങ്ങൾ എന്തുള്ളത്, എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് തുടർന്ന് പിന്നാലെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങൾ വീണ്ടും ജോയ് പാസ്റ്റർ അടുക്കിലേക്കും വരുന്നതായിരിക്കും. എൻ്റെ അടുത്ത ചോദ്യം ഞാൻ ബ്രദർ വിൽസനോടാണ്. എൻ്റെ അടുത്ത ചോദ്യം, ഒരു സഭ എന്താണെന്ന് ഇപ്പൊ ജോയ് പാസ്റ്റർ പറഞ്ഞു. ഇപ്പോ ഒരു സഭ ദൈവികമാണോ അതോ ആളുകളുടെ ഒരു കൂട്ടായ്മയാണോ എന്നറിയാനുള്ള ദൈവവചനപ്രകാരമുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണമാണ് ഞാൻ വിൽസൺ ബ്രദറോട് ചോദിക്കുന്നത്. സഭ ദൈവികമാണെങ്കിൽ അതിന് എന്തൊക്കെ ആയിരിക്കണം അതിന്റെ അടിസ്ഥാനങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു വിശദീകരണം. കർത്താവായ യേശു ക്രിസ്തുവിന് സകല മാനവും മഹത്വവും ഈ സമയത്ത് കരയറ്റുന്നു. ഈ ഒരു ചോദ്യം, നമ്മൾ എങ്ങനെയാണ് നമ്മൾ സഭയെന്ന് അറിയപ്പെടുന്നത്? നമ്മൾ ബൈബിളിൽ കാണുന്നത്, സഭ എന്ന് കർത്താവ് പറയുമ്പോൾ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാധനയ്ക്ക് വേണ്ടി ആണ് എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. ദൈവത്തിന് ആരാധന ലഭിക്കുവാൻ ഒരു ഭൂമിയിൽ ഒരു റിപ്രസെന്റേറ്റീവായിട്ടാണ് ആദമിനെ ഈ ലോകത്തിലാക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നു വേറൊരു എതിർശക്തിയും ദൈവം ഈ ലോകത്തിൽ തന്നെ വരുവാൻ അനുവദിക്കുന്നുണ്ട്. ആ ഒരു ശക്തി എന്ന് പറയുന്ന സാത്താൻ. ആ സാത്താന്റെ എപ്പോഴുമുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ആരാധനയെ വേർപെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം സൃഷ്ടിയിൽ പിതാവാണ് എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും പറയുന്നു. അപ്പോൾ ആദാമിനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവം ആദാമിൽ കൂടെ പല ഫാമിലീസിനെയും ഈ ലോകത്തിൽ കൊണ്ടുവന്നു. അതുപോലെ ദൈവം സൃഷ്ടിയിൽ പിതാവായിരിക്കും. അതുകൊണ്ട് മനുഷ്യനെ പോലെ ഒരു പിതാവല്ല ദൈവം. മനുഷ്യനിൽ കൂടെ മനുഷ്യൻ ജനിക്കുന്നു എങ്കിലും മനുഷ്യൻ ഒന്നും സൃഷ്ടിക്കുന്നില്ല. മനുഷ്യൻ സൃഷ്ടിയായിട്ട് തന്നെ നിൽക്കുമ്പോൾ മനുഷ്യനിൽ കൂടെ മക്കൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ പിതാവെന്ന് വിളിക്കപ്പെടുന്നത് പോലെയല്ല ദൈവം പിതാവ്. ദൈവം പിതാവായിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം പിതാവായിരിക്കുന്നത് സൃഷ്ടിതാവ് എന്ന നിലയിലാണ് ദൈവം പിതാവ്. അതുകൊണ്ടാണ് എല്ലാ ദൂതന്മാരെയും സൺസ് ഓഫ് ഗോഡ് എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട മക്കളെ പറയുന്നത് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മക്കൾ, അല്ലെങ്കിൽ സൺസ് ഓഫ് ഗോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദൈവം ഒരു പിതാവ് ആയിരിക്കുന്നു. എങ്ങനെ? ദൈവം പിതാവാണ്, ദൈവത്തിന്റെ ഫാമിലിയുടെ പിതാവാണ്. അതായത് ദൈവം സൃഷ്ടിച്ച മക്കളിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തെ പിതാവെന്ന് അറിയുന്നവർ ആണ് ദൈവത്തിന്റെ ഫാമിലി എന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളോട് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്ലേസിയാസ് എന്ന് പറഞ്ഞ കോൾഡ് ഔട്ട് വൺസ് എന്നാണ് അവരെ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു ആരാധന ആഗ്രഹിക്കുന്ന ഒരു സാത്താനുണ്ട്. ആ സാത്താന്റെ പുറകെ പോകുന്ന പല മതങ്ങളിലായിരിക്കുന്ന മക്കൾ, ആ എല്ലാ മതത്തിലും ആയിരിക്കുമ്പോൾ തന്നെ അവർ കൊടുക്കുന്ന ആരാധന ആ ശക്തിക്കാണ് എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഒരു സൃഷ്ടിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ മക്കൾ എപ്പോഴും ആരാധിക്കുന്നത് ആ പിതാവിനെ തന്നെയാണ്. പിന്നെ അബ്രഹാമിൽ കൂടെ
ദൈവം ശേഷം നമ്മൾ കാണുന്നു പല പല ജനറേഷൻസിലും ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുത്തു എങ്കിലും അബ്രഹാമിൽ കൂടെയാണ് ദൈവം ആ ഫാമിലിയെ ഡിഫൈൻ ചെയ്യുന്നത്, ആ ഫാമിലിക്ക് ഒരു പേര് കൊടുക്കുന്നത്. അബ്രഹാമിനോട് നിന്റെ സന്തതി ഇസ്രായേൽ എന്ന് അന്ന് പറയുന്നില്ലെങ്കിലും ഈ സ്ഥലം മൊത്തം അവകാശപ്പെടുത്തുമെന്ന് പറയുന്നു. പിന്നെ അബ്രഹാമിൽ കൂടെ ദൈവം യാക്കോബിന് ഇസ്രായേൽ എന്ന നാമം നൽകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം എപ്പോഴും ഇസ്രായേലിനെയാണ് തൻ്റെ ഫാമിലി എന്ന് വിളിക്കുന്നത്. ഈ ലോകത്തിൽ കാണുന്ന ആ ഒരു ജോഗ്രാഫിക്കൽ ഇസ്രായേലിനെ അല്ല ദൈവം വിളിക്കുന്നത്. ആത്മാവാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഫാമിലിയാണ് ദൈവം ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ എന്ന ഫാമിലിക്ക് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും. അവർക്ക് അവരുടെ പിതാവ് ആരെന്ന് ക്ലിയർലി അറിയാം. നമുക്കറിയാം ഈ ലോകത്തിൽ പല അനാഥ മക്കളുണ്ട്. ആ അനാഥ മക്കൾക്ക് അവരുടെ പിതാവ് ആരെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അവര് അന്വേഷിക്കാൻ ശ്രമിക്കും, പക്ഷെ അവർക്ക് അന്വേഷിക്കാൻ ചിലർക്ക് കണ്ടെത്താൻ പറ്റും, മിക്കവാറും ഉള്ളവർക്ക് കണ്ടെത്താൻ പറ്റുകയില്ല. അവരുടെ പിതാവ് ആരെന്ന് അവർക്ക് കണ്ടെത്തുവാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ പിതാവിന്റെ നാമം അറിയത്തില്ല. അവർക്ക് പിതാവിന്റെ നാമം ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും അവർക്ക് ഏതെങ്കിലും ഒരു നാമം കൊടുക്കുമ്പോൾ ആ നാമത്തെ അവർ വിളിക്കുന്നു. ദൈവം രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പ് കൂടെ തൻ്റെ ഫാമിലിയോട് പറയുന്നു. ആ രണ്ടാമത്തെ റിലേഷൻഷിപ്പാണ് ദൈവം തൻ്റെ ജനത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയുടെ രക്ഷയിലുള്ള ബന്ധത്തിൽ ദൈവം ഭർത്താവാണെന്ന് പറയുന്നു. ആ ഒരു റിലേഷൻഷിപ്പിനും ഒരു പ്രത്യേകതയുണ്ട്. ഭർത്താവിന് ഒരു ഭർത്താവ് മാത്രമേ ഒരു മനുഷ്യന് ഒരു സ്ത്രീക്ക് മാന്യമായിട്ട് വരുവാൻ സാധ്യതയുള്ളൂ. ആ ഭർത്താവിന്റെ നാമം അവൾക്ക് അറിയാം. അവളുടെ മക്കളെല്ലാം ആ നാമത്തെയാണ് ധരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്നത്. നമുക്കറിയാം ജാതികളിലൊക്കെ ആണെങ്കിൽ അവർ അവരുടെ ജാതിയുടെ പേര് ഒക്കെ വെക്കും. പക്ഷെ മിക്കവാറും ഉള്ള ക്രിസ്തീയ വിശ്വാസങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു മകൻ ഉണ്ടാകുമ്പോൾ ആ മകന് പിതാവിന്റെ നാമം സർനെയിമായിട്ട് ലഭിക്കുന്നു. ചിലര് ഫാമിലി നെയിമും വെക്കുന്നു. പക്ഷെ അതിന്റെ ശരിയായ രീതി ഒരു ഫാമിലിക്ക് വേണ്ടത് തൻ്റെ പിതാവിന്റെ നാമം അല്ലെങ്കിൽ ഭർത്താവിന്റെ നാമമാണ് ആ നാമം ധരിക്കേണ്ടത്. അതുപോലെ നമ്മൾ കാണുന്നു പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം ഒരു നാമം വെളിപ്പെടുത്തുന്നു. യഹോവ എന്ന നാമം വെളിപ്പെടുത്തി അവരെ ദൈവം ആ നാമത്തിൽ ഒരു ഫാമിലി ആക്കി, ആ ഒരു ജോഗ്രാഫിക്കൽ ഏരിയയിൽ അവരെ ഫാമിലി ആക്കുന്നു. പക്ഷേ അവിടെ ദൈവം പറയുന്നു, ഞാൻ പിതാവായിരുന്നിട്ടും എനിക്ക് തരേണ്ട ബഹുമാനം എനിക്ക് ലഭിച്ചില്ല. ഞാൻ ഭർത്താവ് ആയിരുന്നിട്ടും നിങ്ങൾ മറ്റുള്ള ദേവന്മാരുടെ പുറകെ പോയി എന്നോട് വ്യഭിചരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിതാവുണ്ട്. ആ ഒരു ദൈവം തന്നെ പിതാവെന്ന നിലയിൽ ആ ഒരു ഫാമിലിക്കിടെ ഒരു നഗരത്തിന്റെ രീതിയിൽ മറ്റേ നമുക്ക് അറിയാം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നു പുതിയ യെരൂശലേം ആണ് ആ നഗരത്തിന്റെ നാമം. ആ നഗരമാണ് മാതാവെന്ന് പറയുന്നു. അപ്പോൾ ഈ മാതാവിൽ ഉണ്ടാകുന്ന ആത്മീയ മക്കൾ, ആ മക്കൾക്ക് പിതാവിന്റെ നാമം അറിയാം. ആ നാമം ആണ് പത്രോസ് ആ വരുവാൻ പോകുന്ന പുതിയ നിയമത്തിൽ ദൈവത്തിനുണ്ടാകുന്ന ഫൈനൽ ഫാമിലി, ഈ ഒരു യുഗത്തിൽ ദൈവം ഉണ്ടാക്കുവാൻ പോകുന്ന ഫൈനൽ ആ ഫാമിലിയുടെ നാമം അവർക്ക് അറിയുവാൻ സാധിക്കുന്നത്. നമ്മൾ കാണുന്നു അവർ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ആ ഫാമിലിയിലേക്ക് ചേർക്കപ്പെടുന്നു. അവിടെ പറയുന്നു ദൈവം അവരെ സഭയിലേക്ക് ചേർത്തു എന്ന് പറയുന്നു. അപ്പോൾ നാമം അറിയാതെ, പിതാവിന്റെ നാമം അറിയാതെ, രക്ഷയിൽ ഭർത്താവിന്റെ നാമം അറിയാതെ ഒരിക്കലും ഒരു പൈതലിന് രക്ഷയുടെ ഫാമിലിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ അവൻ അനാഥനെ പോലെ അങ്ങും ഇങ്ങും മറ്റുള്ളവർ പറയുന്ന രീതിയിൽ അവന്റെ ജീവിതത്തെ നയിക്കുകയും മറ്റുള്ള ഒരു പിതാവെന്ന സങ്കല്പത്തിനെ അവൻ കൈക്കൊള്ളുകയും ചെയ്യും. പക്ഷേ പിതാവ് ആരെന്ന് അറിഞ്ഞ് ആരാധിക്കുക, അതാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. പിതാവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന നാഴിക ഇനി വരുന്നു,
വന്നുമിരിക്കുന്നു എന്ന് പറയുന്നു. പിതാവിനെ അവിടെയും ഇവിടെയും അല്ല ആരാധിക്കുന്നത്, ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിനകത്ത് ഒരു വചനമുണ്ട്. അത് മലയാളം ട്രാൻസ്ലേഷനകത്ത് അത്ര ശരിയായിട്ടില്ല. പക്ഷെ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: For this reason I bow the knees of me to the Father, Lord of our എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ട്രാൻസ്ലേഷൻ ഇട്ടേക്കുന്നത്. പക്ഷെ തൗ ആൻഡ് ഹമോൺ എന്ന് പറഞ്ഞിട്ട് 2 വാക്യമാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ ഫാദർ ആൻഡ് ലോർഡ് എന്ന് തന്നെ വരണം. പക്ഷെ ട്രാൻസ്ലേഷനകത്ത് പല മിസ്റ്റേക്സ് വരാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഹീസ് ഫാദർ ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവുമാണ്, അവൻ പിതാവുമാണ്. From whom every family in the heaven and on earth is named. ഈ അവന്റെ ഫാമിലിയിലെ എല്ലാവരുടെയും നാമം ലഭിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ആണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ പിതാവെന്നും ആത്മാവായ ഏക സത്യ ദൈവമെന്നും ഏക ശരീരമെന്നും ആ ഏക ശരീരത്തിലെ അവയവങ്ങളാണ് ആ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സ് എന്നും അറിയുന്നിടം വരെ അവർ അനാഥരാണ്. അവർക്ക് അവരുടെ പിതാവിനെ അറിയത്തില്ല, അവർക്ക് അവരുടെ പിതാവിന്റെ നാമത്തെ അറിയത്തില്ല. ഒരു ശരിയായി ഫാമിലിയിൽ ജനിച്ച മകന് മാത്രമേ തൻ്റെ പിതാവിനെ അറിയുകയും പിതാവിന്റെ നാമത്തെ അറിയുകയും ചെയ്യുകയുള്ളൂ. ആ പിതാവ്, ഞങ്ങളുടെ ആ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിനെ അറിയാം, അവൻ ഏകൻ തന്നെ. ഞങ്ങൾക്ക് രക്ഷയിലുള്ള ഭർത്താവിനെ അറിയാം. നിങ്ങൾക്ക് പൗലോസ് പറയുന്നു, നിങ്ങളെ ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടി, ഏക ഭർത്താവായ ക്രിസ്തുവിന്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്നു. ഒരൊറ്റ രക്ഷയിൽ ഞങ്ങളുടെ ഭർത്താവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് ആ വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഭർത്താവ് എന്ന രീതിയിൽ, നമ്മുടെ രക്ഷിതാവ് എന്ന രീതിയിൽ ഏക ഭർത്താവും, പിതാവ് സൃഷ്ടിതാവ് എന്ന രീതിയിൽ ഏക പിതാവിനെയും അറിയുന്ന കുടുംബമാണ് ഈ കോൾഡ് ഔട്ട് വൺസ് അല്ലെങ്കിൽ സഭ. അതാണ് നമ്മൾ ഇപ്പോൾ ഈ ചാനലിൽ കൂടെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപമോചനം പ്രാപിച്ച് തൻ്റെ ആത്മാവിനെ ലഭിക്കുന്ന, ക്രിസ്തു എന്ന വിത്തിനെ ലഭിക്കുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ്. അവരാണ് സഭ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. വീഡിയോ പോയിരിക്കുന്നല്ലോ എന്റെയോ? ഓ ശരി, ഓക്കെ. വളരെ ശക്തവും വ്യക്തവുമായിട്ടാണ് അതിന്റെ എല്ലാ ആസ്പെക്റ്റുകളെയും ടച്ച് ചെയ്തുകൊണ്ടാണ് ബ്രദർ സംസാരിച്ചത്. ഒരുപക്ഷെ ഞാൻ ചോദിക്കാനുള്ള പല ചോദ്യങ്ങളുടെയും ഉത്തരം അതിനകത്തുണ്ട്. അതുകൊണ്ട് ബഹുമാന്യ പ്രേക്ഷകർ ഞങ്ങള് സംസാരിക്കുന്ന ഓരോ കാര്യം ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത ചോദ്യം വരുന്നത് ബ്രദർ ബിൽസനോടാണ്, അത് സൈമനോടാണ്. അത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കത്തോലിക്കനായിട്ട് ജനിച്ചു വളർന്ന് അതില് വളരെ അഭിമാനം കൊണ്ടിരുന്ന ഒരാളാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ വിവാഹം കഴിക്കുന്ന പുരോഹിതന്മാരുള്ള മറ്റ് എപ്പിസ്കോപ്പൽ സഭകളൊക്കെ ഒരു ശീഞ്ഞ കേസാണ്. ഒരു എന്താ പറയുക, അവർക്കൊരു ഡിഗ്നിറ്റി ഇല്ല, അവർക്ക് കുറഞ്ഞ ആളുകൾ എന്നൊരു ധാരണയായിരുന്നു. പിന്നെ ബൈബിളിലുള്ള പരിജ്ഞാനക്കുറവാണ്. അപ്പം അന്ന് ഞാൻ വാശി പിടിച്ചിരുന്ന പോലെ, ഞാൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം കത്തോലിക്കർ ഇന്ന് ഇതിലുണ്ട്. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവര് പത്രോസാണ് അവരുടെ ആദ്യത്തെ പോപ്പ് എന്ന് അവർ അവകാശപ്പെടുന്നത് നിങ്ങൾക്കും എല്ലാവർക്കും പൊതുവായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം 100% കത്തോലിക്കരും ആദ്യത്തെ പോപ്പ് പത്രോസ് ആണെന്നും പിന്നീട് ഉണ്ടായ മാർപ്പാപ്പന്മാർ പത്രോസിന്റെ സിംഹാസനത്തിന്റെ പിൻഗാമികളാണ് എന്നും അവകാശപ്പെടാറുണ്ട്. അപ്പം കത്തോലിക്ക സഭയാണ് വിശുദ്ധമെന്നും ഏകമെന്നും ശ്ലൈഹികമെന്നും സാർവത്രികമെന്നും സഭയെ സംബന്ധിച്ച് പറയുന്ന 3-4 അടിസ്ഥാന ഉപദേശങ്ങൾ ആണ്. അത് സത്യവുമാണ്. സഭ ഏകമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്, സഭ വിശുദ്ധവുമാണ്. പക്ഷേ ഈ സഭ അവരവകാശപ്പെടുന്ന സഭയാണോ ഈ ഏകവും വിശുദ്ധവും സാർവത്രികവും ശ്ലൈഹികവുമായ സഭ? അപ്പോ
അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. സഭാ ചരിത്രത്തെ സംബന്ധിച്ചോ സഭയെ സംബന്ധിച്ചോ ഉള്ള അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം കത്തോലിക്കരുൾപ്പെടെയുള്ള ആളുകളോട് ഈ കാര്യത്തെ ഒന്ന് വിശദീകരിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഈ ചോദ്യം ബ്രദർ സൈമനോട് ചോദിച്ചത്. കത്തോലിക്കർ വിശ്വസിക്കുന്ന പോലെ, കാരണം ഒരുപാട് കത്തോലിക്കർക്ക് ഒരു കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വീഡിയോ. ഒരു കുറഞ്ഞ പക്ഷം കുറെ ആളുകളെങ്കിലും കത്തോലിക്കർ നമ്മളുടെ ഈ വീഡിയോകൾ കാണാറുണ്ട്. അപ്പം അവര് സഭ ഏതാണെന്ന് അറിയട്ടെ, അവർ പോകുന്ന സഭയിൽ അവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും മറ്റും അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അതിനെയെല്ലാം ഒന്ന് സ്പർശിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ സൈമൺ ബ്രദറിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓഡിയോ ഇല്ല. കത്തോലിക്ക സഭയും അതിന്റെ ഫസ്റ്റ് പോപ്പ് പീറ്ററും ആണെന്നുള്ള ഒരു വശമാണല്ലോ നമ്മളിപ്പം സംസാരിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണോ ആദ്യത്തെ ഒരു സഭ എന്ന് പറയുമ്പം ഏക സഭ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ആദ്യത്തെ സഭ അപ്പോസ്തല പ്രവൃത്തി 2-നുള്ള സഭയാണ്. ആ സഭ വിശ്വസിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പം അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുകയും, അതുമല്ല പത്രോസ്, അപ്പം കർത്താവാണ് ഈ കർത്താവിന്റെ സഭയിലോട്ട് ഈ വിശ്വാസികളെല്ലാം ചേർത്തത്. അവിടെ എങ്ങും റോമിന്റെ ഒരു സംഗതി അല്ലെങ്കിൽ റോമിന്റെ ഒരു ഭാഗവും നമ്മൾ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് കഴിഞ്ഞാൽ കുറെ വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന റോമിൽ വിശ്വാസികളായി ക്രിസ്ത്യാനികളാവുന്നതും. അങ്ങനെ ക്രിസ്ത്യാനികളാവുന്ന ആ സമയത്ത് നമ്മൾ കാണുന്ന റോമിലൊക്കെ അവർ വധിച്ചുകൊണ്ട് കൊന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് പത്രോസിനെയും അവർ കൊല്ലുക. അപ്പൊ പത്രോസിനെ കൊല്ലുന്ന ഒരു കാലത്തിൽ നമ്മളിപ്പൊ ക്ലെയിം ചെയ്യുക റോമിലെ സഭയുടെ ഫസ്റ്റ് ബിഷപ്പ് പത്രോസാന്ന് പറയുമ്പോഴത്തേക്ക്, പൗലോസാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഒന്ന് ഇച്ചിരി നേരത്തേക്ക് ഒന്ന് വിശ്വസിക്കായിരുന്നു. അവിടെ വിശ്വാസം പറഞ്ഞ് അല്ലെങ്കിൽ വിശ്വാസികളാക്കി കൊണ്ടുവന്ന ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസികളെ റോമില് വിശ്വാസികൾ ആക്കി അല്ലെങ്കിൽ വിശ്വാസികൾ ഉണ്ടാക്കി ആദ്യമേ ഒരു ഇത് കിട്ടുന്ന നമ്മൾ കാണുന്ന അത് പൗലോസിനാണ് ആ ക്രെഡിറ്റ് പോകേണ്ടത് അങ്ങനെ പോവാണെങ്കിൽ. പക്ഷെ നമ്മൾ കാണുന്ന പീറ്ററിനെ അവിടെ കൊല്ലുകയും അത് കഴിഞ്ഞിട്ട് പീറ്ററാണ് നമ്മളുടെ ഫസ്റ്റ് പോപ്പ് എന്ന് പറയും. അതുമല്ല, ഈ പോപ്പാണ് ഈ ചർച്ചിന്റെ ഹെഡും വരുന്നത്. ഈ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തോ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ നമ്മൾ ഇവരുടെ ചർച്ചുകളുടെയൊക്കെ പേരുകളൊക്കെ നോക്കുവാണെങ്കിൽ സെന്റ് പീറ്റർ, സെന്റ് തോമസ്, അങ്ങനെ കുറെ സെന്റുകളുടെ പേരുകളാണ് അതിൽ കിടക്കുന്നത്. കർത്താവിന്റെ ശരീരം ആ സഭ എങ്കിൽ കർത്താവിന്റെ പേരല്ലാതെ ഏതെങ്കിലും ഒരു പേര് അതിന് ആപ്ലിക്കബിൾ ആണ്. ഇപ്പം കർത്താവിന്റെ ശരീരം, ഇപ്പൊ എന്റെ ഒരു ശരീരമാണെങ്കിൽ എന്റെ ശരീരത്തിന് എന്റെ പേരല്ലേ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവര് ഈ പേരുകൾ മാത്രമേ ഉള്ളൂ, ഈ ബിൽഡിങ്ങുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ സ്പിരിച്വൽ ബോഡി ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല അവർക്കുള്ളത്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപയറാണ്. റോമൻ എംപയർ വെച്ച് എങ്ങനെ വിശ്വാസികളെ, ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പോലെ, ഇന്ത്യയെ കാണുന്ന പോലെ തന്നെ ഈ ഒരു നേതാവിന് രാജ്യത്തെ ഭരിക്കണമെങ്കിൽ കുറെ വിശ്വാസികളുടെ ആവശ്യമുണ്ട്. അതിന് എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ആ ഒരു പേരില് ലോകത്തിനെ ഭരിക്കാം എന്നുള്ള ഒരു രീതിയാണ്. അത് മാത്രമാണ് റോമൻ കാത്തലിക് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബാക്കി സഭകൾ. ഇപ്പം ക്വീൻ്റെ അണ്ടറിലുള്ള സഭകളും നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു വേറൊരു ടൈപ്പ് കിങ്ഡം ആണ്. അപ്പൊ ആ കിങ്ഡം, അതിന്റെ കിങ്ഡമിന്റെ കിങ് പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അല്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ഒരു രാജാവ്, ആ രാജാവിന്റെ കീഴിലുള്ള കാര്യങ്ങൾ അവർക്ക് കരം പിരിക്കുന്ന പോലെ തന്നെ ആൾക്കാരുടെ കയ്യിൽ വരുമാനം ഉണ്ടാക്കുകയും ഒരു എംപയർ, ഒരു ഇൻവിസിബിൾ എംപയർ എന്ന് പറയാം. ഇൻവിസിബിൾ എന്ന് പറയുന്നത് ശരിയാണോ? പക്ഷെ അവർക്ക് ഇഷ്ടംപോലെ ചർച്ചുണ്ട്, വിസിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു ഇൻവിസിബിൾ പവർ ആണ്. ആ ഇൻവിസിബിൾ പവർ ആണ് എല്ലാ വലിയ പവറുകളെ ഇപ്പം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ പറയുന്നത് റോമൻ കാത്തലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു രീതി, അല്ലെങ്കിൽ അവർ ആദ്യത്തെ സഭ അല്ലെങ്കിൽ പത്രോസിനൊക്കെ പറയുന്നത് അതെല്ലാം അവരുടെ ഒരു ഫോൾസായ ഒരു ക്ലെയിം മാത്രമാണ്. അല്ലാതെ സഭ
ഇത് പ്രകാരം ക്രിസ്തുവാണ് ആ സഭയുടെ ഹെഡ്. ആ ക്രിസ്തു ആ ശരീര ആ സഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേരല്ലാതെ ഒരു പേരും പാടുമില്ല. ആ സഭയിലുള്ള എല്ലാ വിശ്വാസികളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെട്ടവരായിരിക്കണം. ഇതെങ്കിലും മിനിമം ഒരു ഒരു ക്വാളിഫിക്കേഷൻ വേണം. അതുമല്ല, സഭ തുടങ്ങിയിരിക്കുന്നത് ജെറുസലേമിലാണ്. അപ്പൊ ആ സഭയുടെ തുടക്കം ഒരിക്കലും റോമിന് ആ ക്രെഡിറ്റ് എടുക്കാൻ ഒക്കത്തില്ല. അത് ഒരിക്കലും ബാക്ക് ടു ജെറുസലേമേ വരത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വളരെ വ്യക്തമാണ് മറുപടി. കാരണം ഒടുവിൽ പറഞ്ഞെടുത്ത് എന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, യെരുസലേമിലാണ് അപ്പോസ്തലനായ പത്രോസ് മുഖാന്തരം സഭയുടെ ആദ്യത്തെ ഇനാഗുറൽ സ്പീച്ച് പോലും നടക്കുന്നതും കർത്താവിന്റെ വചനപ്രകാരം അപ്പോസ്തലപ്രവൃത്തി 2:47 രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നുവെന്ന്. മാത്യു 16:16 പറയുന്നത്, ഞാൻ എൻ്റെ പള്ളി സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന്. അപ്പം ദൈവത്തിന്റെ സഭ ഒരു സ്പിരിച്വൽ കിങ്ഡം ആണ്, ഒരു ആത്മീയ സഭയാണ്, ഒരു ആത്മാവിനാലാണ് സഭ ഒന്നിച്ച് പണിത് വരുന്നതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ദൈവാത്മാവിനാലാണ് സഭ പണിയപ്പെടുന്നത്. അവിടെ മനുഷ്യന്റെ യാതൊരു പ്രവൃത്തിയുമില്ല. മാത്രമല്ല, റോമിൽ ഉണ്ടായിരുന്ന സഭ, യഥാർത്ഥ ക്രിസ്തു സഭ പെർസിക്യൂട്ട് ചെയ്യപ്പെട്ട് റോമൻ ചക്രവർത്തിമാരാൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അതിനെ ഉപദ്രവിച്ചു വന്നിരുന്ന, അങ്ങനെയുള്ള ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ഒരു ചക്രവർത്തിയാണ് പിൽക്കാലത്ത് ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ സംഘടനയ്ക്ക് നേതൃസ്ഥാനത്തേക്ക് വരികയും സഭയും രാഷ്ട്രവും മതവും സ്റ്റേറ്റും റിലീജിയനും ഒന്നായി ചേർന്നുകൊണ്ടുള്ള ഒരു മത സംവിധാനം ഉണ്ടാവുകയും ചെയ്തത്. ആ മത സംവിധാനം ഒരിക്കലും അപ്പോസ്തലനായ പത്രോസിന്റെ പിന്മുറയിലേക്ക്, അല്ലെങ്കിൽ പത്രോസിന്റെ എന്താ പറയുക, ആ വംശാവലിയിലേക്ക് അല്ലെങ്കിൽ ആ ഹൈറാർക്കിയിലേക്ക് ഒരിക്കലും ചേർത്ത് പഠിപ്പിക്കാൻ കഴിയില്ല. അത് അവരുടെ അജ്ഞതയാണ്. വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കാൻ കർത്താവിന്റെ ദാസന് കഴിഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഞാൻ തിരികെ ജോയ് പാസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു യഥാർത്ഥ സഭയ്ക്ക് അതിൻ്റെതായ ഉപദേശങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ കത്തോലിക്കനായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ പെന്തക്കോസ്റ്റൽ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയ സമയത്ത് ഈ വിഗ്രഹാരാധന, പിന്നെ അവരുടേതായ ഹോളി സാക്രമെന്റൽ എന്ന് പറയുന്ന ചൈൽഡ് ബാപ്റ്റിസം തുടങ്ങി, പിന്നെ ഈ സ്ഥൈര്യലേപനം, പിന്നെ അങ്ങനെ ഒരുപാട് മരണാനന്തര ചടങ്ങുകളൊക്കെ, മരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബൈബിളുമായി ബന്ധമില്ല എന്ന് വന്നപ്പോൾ അന്നത്തെ എൻ്റെ സ്പിരിച്വൽ ലീഡറായി ഞാൻ പ്രവർത്തിച്ചു വന്നിരുന്ന ആ ധ്യാന റിട്രീറ്റ് ടീമിന്റെ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ മിണ്ടാതിരിക്ക്, നമ്മുടെ സഭയ്ക്ക് 2000 വർഷം പാരമ്പര്യമുണ്ട്. നമുക്ക് ബൈബിള് എന്ന് പറയുന്നത് നമ്മുടെ ഈ ദാനിയേൽ പൂർണ്ണത്തിൽ പറയുന്ന പോലെ, അന്ന് അച്ഛന് സോളാർ സ്ക്രിപ്റ്റൂറ എന്ന് പറയാനൊന്നും അറിയുന്ന അച്ഛനല്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ബൈബിള് മാത്രമല്ല, നമുക്ക് പിതാക്കന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, പാരമ്പര്യമുണ്ട്, പിന്നെ ബൈബിളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ, പൂർണ്ണമായും ബൈബിള് അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രമാണത്തിൽ മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്നതിന്റെ പേരിൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മോനെ നീ പോകലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിട്ട് ഇറങ്ങിപ്പോന്നു. ഞാനിത് പറയാനുള്ളൊരു കാര്യം, അവരുടെ അടിസ്ഥാനപരത്തിലേക്ക് വരുമ്പോൾ അവരുടെ അടിസ്ഥാനങ്ങളിൽ ബൈബിളിന് ഏറ്റവും കുറഞ്ഞൊരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ. എന്നാൽ നാം ബൈബിളിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധ സഭ, യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട സഭയ്ക്ക് പൂർണ്ണമായും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ദൈവസഭയുടെ അടയാളങ്ങൾ എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന ഉപദേശങ്ങൾ? അത് ആ സഭ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഉള്ള പരിജ്ഞാനമാകാം, ആ സഭയിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കടന്നു വരുമ്പോൾ അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാകാം, അതിനകത്ത് മാനസാന്തരം, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെ ഒക്കെ നമ്മളെ ഓഡിയൻസിന് വളരെ വ്യക്തമാക്കി ഉള്ളൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ ഈ വിഷയം ജോയ് പാസ്റ്റർക്ക് ഏൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ചോദ്യത്തിനായിട്ട് വളരെ നന്ദി കർത്താവിന്റെ ദാസൻ അറിയിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്നവർക്ക് എല്ലാം പ്രയോജനമായി തീരട്ടെ. ഇതുവരെയും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സത്യത്തിൽ 2 പോയിന്റ് എന്നെ വളരെ 2 പോയിന്റിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിൻസൻ ബ്രദർ ആദ്യം സംസാരിച്ചപ്പോൾ മാനുഷികമായിട്ടൊരു പിതാവിന്
പിതാവിനെ കാണുന്ന പോലെയല്ല സ്വർഗീയ പിതാവെന്ന് ഒരു വാക്ക് പറഞ്ഞു. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാത്. കാരണം ഇന്ന് പുത്രനും പിതാവും പുത്രനും എന്ന് പറഞ്ഞ ഉടൻ തന്നെ മനുഷ്യന്റെ ചിന്ത മനുഷ്യനിലേക്ക് പോവുക. അതേ രീതിയില. അപ്പൊ ഒരപ്പന് തന്നെ പിതാവാകാൻ പറ്റുമോ? ആ പിതാവിന് തന്നെ തന്റെ മകനാകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഒരു ഉത്തരവാണ് ഇവിടുത്തെ തൃത്തക്കാർക്കും കൂടിയുള്ള ഒരു ഉത്തരവാണ് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ മാനുഷികമായിട്ടുള്ള ബന്ധത്തിലുള്ള മാനുഷികമായിട്ടുള്ള ഒരു പിതാവല്ല, സങ്കല്പത്തിലുള്ള പിതാവല്ല സ്വർഗീയ പിതാവ്, സകല സൃഷ്ടിയുടെ പിതാവാണെന്നുള്ള ഒരു വിശദീകരണം. രണ്ടാമത് നമ്മുടെ സൈമൺ ബ്രദർ പറഞ്ഞ വാക്ക്, ഇപ്പൊ കർത്താവിന്റെ ദാസൻ ജോസ് ഫറീസ് മാഷ് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം അവിടെ തന്നെ ഉണ്ട്. സഭ ആരംഭിച്ചത് യെരുശലേമില, റോമിലല്ല. അപ്പം യെരുശലേമിൽ സഭ ആരംഭിച്ചപ്പോൾ എങ്ങനെ സഭ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ല. പണിയും എന്ന് പറഞ്ഞ ആ സമയത്ത് പണി നടന്നിട്ടില്ല. അതിനുശേഷമായിട്ട് പറയുന്നു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് മടങ്ങിപ്പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം. അപ്പം ആ യെരുശലേമിലാണ് സഭ ആരംഭിക്കുന്നത്. യെരുശലേമിൽ സഭ ആരംഭിക്കും. അതുപോലെ തന്നെ എന്താ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാനസാന്തരവും പാവമോചനവും നിങ്ങൾ യെരുശലേമിൽ തുടങ്ങണമെന്ന്. അപ്പൊ ഈ രണ്ട് വിൽസൺ ബ്രദറും സൈമൺ ബ്രദറും സംസാരിച്ചതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ യെരുശലേമിൽ ആരംഭിച്ച സഭ, കർത്താവിന്റെ ദാസൻ ജോസ് ഫറീസ് മാഷ് ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടിയാണ്, യെരുശലേമിലാണ് സഭ ആരംഭിച്ചത്. അതും ആ സഭയെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു. ആ സഭ യെരുശലേമിൽ ആരംഭിക്കും. പാവമോചനവും മാനസാന്തരവും പാവമോചനവും യെരുശലേമിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. അത് യെരുശലേമിൽ തുടങ്ങി. അത് എന്ന് യെരുശലേമിൽ തുടങ്ങി എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ അതിനുള്ള മറുപടി നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 2:38 നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ഒന്നാമത്തെ സഭയുടെ യോഗ്യത എന്ന് പറയുന്നത് മാനസാന്തരമാണ്. മാനസാന്തരം എന്ന് പറയുന്ന എല്ലാവിധ മാനസാന്തരം. അതിലൊന്നാമതായിട്ട് വിഗ്രഹത്തിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് മനം തിരിയണം. ഒന്നാമത് അതാണ്. കാരണം ഒരു അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. പെന്തക്കോസ്തുകാർക്ക് 3 ദൈവമുണ്ട്. ഒരു ദൈവം പോരാ അവർക്ക്, മറ്റുള്ളവർക്ക് പല ദൈവങ്ങളുണ്ട്. അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. വിഗ്രഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മനം തിരിഞ്ഞ് ആ വിഗ്രഹത്തെ വിട്ട്, വിഗ്രഹാരാധന പാവമാണ്. അത് നാം പ്രാരംഭത്തിൽ കേട്ടു, വിൽസൺ ബ്രദറിലൂടെ കേട്ടു. അത് വേശ്യാവൃത്തിയാണെന്ന് കേട്ടു. ഇത് കത്തോലിക്ക ബൈബിൾ തന്നെയാ പറയുന്നത് വേശ്യാവൃത്തിയാണെന്ന്. കത്തോലിക്ക ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, POC ബൈബിളിൽ അവസാന ഭാഗത്ത് നോക്കുമ്പോൾ കാണാം, റോമ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നുവെന്ന് കത്തോലിക്ക പുരോഹിതന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റിയല്ല. അത് എഴുതിപ്പോയി. ഈ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയും. റോമ നഗരത്തെയാണ് വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. അപ്പം അന്യദേവന്മാർ, ഒരു ദൈവത്തെ ആരാധിക്കാതെ ബഹുദൈവത്തെ ആരാധിക്കുന്നത് വേശ്യാവൃത്തിയാണ്. അതിൽ ഈ കത്തോലിക്ക സഭ എന്ന മാതാവിന്റെ പുത്രികളായിരിക്കുന്ന പെന്തക്കോസ്തുകാരും പെടും. ബഹുദൈവത്തിൽ ഒന്നിലധികം ദൈവങ്ങളിൽ ആരാധിക്കുന്നവര് വേശ്യാവൃത്തി ചെയ്യുകയാണ്. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി വിടണം, വിഗ്രഹാരാധന വിടണം. ഒന്നാമത്തെ സഭയുടെ ഉപദേശം മാനസാന്തരം. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ബൈബിളിൽ എടുത്തെടുത്ത് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വിഗ്രഹാരാധനയും അതുപോലെ തന്നെ സകലവിധ അനാചാരങ്ങളും ഒക്കെ വിട്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കാതെ ഏക ദൈവത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് മാനസാന്തരത്തിന്റെ അടിസ്ഥാന ഘടകം. മാനസാന്തരപ്പെടുന്നവരെങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പൊ പാവമോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം എന്ന് പറയുമ്പോൾ യേശു അതോടെ പഠിപ്പിച്ചത് മാനസാന്തരവും പാവമോചനവും യെരുശലേമിൽ തുടങ്ങണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ യെരുശലേമിൽ തുടങ്ങിയത് അപ്പോസ്തല പ്രവൃത്തി 2:38 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ദൈവസഭയുടെ യോഗ്യത, 1 മാനസാന്തരം, 2 പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആ നാമം പറഞ്ഞു തന്നെ സ്നാനമേൽക്കണം. മറ്റൊരു നാമത്തിൽ രക്ഷയില്ല. പിതാവിന്റെ നാമത്തിൽ രക്ഷയുണ്ടെന്ന് പറയുന്നില്ല.
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രക്ഷയുണ്ടെന്ന് പറയുന്നില്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവും ഇല്ല. യേശുവിന്റെ നാമം തന്നെ ഉച്ചരിക്കണം. യേശുവിന്റെ നാമം ഉച്ചരിച്ച് സ്നാനപ്പെടുമ്പോൾ അവരുടെ പാവങ്ങൾ മോചിക്കപ്പെടുന്നു. അത് പാവങ്ങൾ മോചിക്കപ്പെടുവാനായിട്ട് അവിടെ വരുന്ന കർത്താവിന്റെ നാമവും യേശുവിന്റെ രക്തവുമാണ്. ആ രക്തം, യേശുവിന്റെ നാമം, സൈമൺ ബ്രദർ പറഞ്ഞ പോലെ, വിൽസൺ ബ്രദറാണോ സൈമൺ ബ്രദറാണോ ഞാൻ ഓർക്കുന്നില്ല, ഒരു ശരീരം, ആ ശരീരത്തിന്റെ ഒരു പേരുണ്ടാകണം. ആ ശരീരത്തിന്റെ പേര്, ആ ശരീരത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ അത് 3 പേരുടെ പേരാകുകയില്ല. അത് ഒരു ഏകനാമം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കുന്ന. എന്നാൽ പരിശുദ്ധാത്മാവ് കിട്ടും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ അളവുണ്ട് കേട്ടോ, പല വിധത്തിലുള്ള അളവുകളുണ്ട്. അതൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. ഈ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കുന്നത്? ആ സകല സത്യത്തിനും വീണ്ടും അവനെ വഴി നടത്തുകയാണ്. പിന്നെ ബൈബിളിലെ ഒത്തിരി സത്യങ്ങളും ഒത്തിരി മർമ്മങ്ങളും അവനെ വെളിപ്പെടുത്തും. ഒന്നാമത്തെ ദൈവത്തെക്കുറിച്ചുള്ള ഏക ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടണമെങ്കിൽ അവൻ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടവനായിരിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വെളിപ്പാട് കിട്ടണമെങ്കിൽ ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. കുറച്ച് ഭാഗം വിശ്വസിക്കുകയും കുറച്ച് ഭാഗം എതിർക്കുകയും ചെയ്താൽ അവിടെയൊന്നും ദൈവിക പ്രവൃത്തി വെളിപ്പെടുകയില്ല. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെ ദൈവസഭയുടെ അടിസ്ഥാന യോഗ്യത എന്നുള്ളത് മാനസാന്തരപ്പെട്ടവനായിരിക്കും. ഇന്ന് പ്രാരംഭത്തിൽ ജോസഫ് റീസ് ഭാഷ ഒത്തിരി സഭയുടെ പേര് പറഞ്ഞു, സംഘടനയുടെ പേര് പറഞ്ഞു. ഞാൻ സഭയുടെ പേരെന്ന് പറയുന്നില്ല, കാരണം സഭയുടെ പേരെന്ന് പറയാൻ പറ്റുകയില്ല. ഒത്തിരി സംഘടനയുടെ പേര് പറഞ്ഞു. അങ്ങനെ ആ PC, ഈ PC, ഇങ്ങനെ ഒത്തിരി PC പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദൈവസഭയല്ല എന്ന് ബൈബിൾ നോക്കുമ്പോൾ വെളിപ്പെടുത്തുകയാണ്. അതൊക്കെ ഓരോ സംഘടനകളാണ്, ഓരോ ലോഡ്ജുകളാണ്. അവിടെ കുറച്ച് പേര് വന്നു താമസിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോകുന്നു, വേറെ ആൾക്കാർ വരുന്നു, കയറുന്നു, താമസിക്കുന്നു, പോകുന്നു. ഓരോ ലോഡ്ജുകളാണ് അതൊക്കെ. ദൈവസഭ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം യഥാർത്ഥ മാനസാന്തരപ്പെട്ടവനായിരിക്കും എല്ലാ നിലകളിലും. അതിലൊന്നാമത്തെ വിഗ്രഹാരാധനയിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലേക്കും ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പിന്നെ അവന്റെ ജഡമോഹങ്ങളും അതുപോലെ ജഡത്തിലെ രാഗമോഹങ്ങളെ എല്ലാം ക്രൂശിച്ച്, അത് ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. പെന്തക്കോസ്തുകാരൊക്കെ അത് വലിയ ശക്തിയോടെ പ്രസംഗിക്കുന്നതാണ്. പക്ഷേ അവർ ഈ അടിസ്ഥാന ഉപദേശത്തിലേക്ക് വന്നിട്ടില്ല. എവിടെയോ കിടന്നുകൊണ്ട് ഞങ്ങൾ സഭയാണെന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ സഭ ഇവിടെ യോഗ്യത ഒന്നാമത് മാനസാന്തരപ്പെട്ടിരിക്കണം. രണ്ടാമത് പാവങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കണം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം തന്നെ കേൾക്കണം. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പെന്തക്കോസ്തുകാരുടെ പാവപ്പെട്ട പെന്തക്കോസ്തുകാരുടെ വചനമറിയത്തില്ലാത്ത പെന്തക്കോസ്തുകാരുടെ പരിജ്ഞാനമില്ലാത്ത പെന്തക്കോസ്തുകാരുടെ വീടുകളിൽ ചെന്നിട്ട് നമ്മൾ ആരോടെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം പറയുമ്പോൾ ഈ പാസ്റ്റർമാര് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണോ അനുസരിക്കേണ്ടത്, അത് യേശുവിന്റെ ഉപദേശമാണ്? യേശുവിന്റെ ഉപദേശമല്ലേ? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് അത് വിലയില്ലല്ലോ. ഈ അപ്പോസ്തലന്മാര് പറയുക, ഞങ്ങൾ പ്രസംഗിച്ചത് ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് എന്തെന്നല്ല, കർത്താവിൽ നിന്ന് കിട്ടിയത് അവര് തരുന്നത്. അപ്പോൾ നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണോ കേൾക്കേണ്ടത്, കർത്താവിന്റെ ഉപദേശമല്ലേ കേൾക്കേണ്ടത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചതിച്ചു പോവുകയായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരൊക്കെ. വാസ്തവത്തിൽ ഞങ്ങൾ സാധാരണ ഈ ഗ്രൂപ്പിലൊക്കെ അതിനുള്ള ഉദാഹരണങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നോക്കിയാൽ അറിയാം, ഈ ചാനലിൽ നോക്കിയാൽ അറിയാം, അതിനകത്ത് നല്ല വ്യക്തമായിട്ട് അതിനുള്ള മറുപടികൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഗവൺമെന്റിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അനുസരിക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓരോ കൽപ്പനകൾ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ്. ആ ഉദ്യോഗസ്ഥന്മാരാണ് നടപ്പാക്കുന്നത്. യേശുക്രിസ്തു കൽപ്പന കൊടുത്തത് അപ്പോസ്തലന്മാർക്കാണ്. അപ്പോസ്തലന്മാരാണ് നടപ്പിലാക്കുന്നത്. അപ്പോസ്തലന്മാരെ അനുസരിച്ചാൽ യേശുവിനെ അനുസരിച്ചു എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് യഥാർത്ഥ ദൈവസഭ ഏതാണെന്ന് ദൈവം ബോധം വരുത്തുന്നവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 2:38 അതിന്റെ അടിസ്ഥാന ഉപദേശം. ആ അടിസ്ഥാന ഉപദേശത്തിൽ വരാത്ത ഒരു വ്യക്തിയും ദൈവസഭയല്ല, ഒരു ലോഡ്ജ് മാത്രമാണ്. ഓക്കെ, താങ്ക് യു. ശരിയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 2:38 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിലാണ്
ആദ്യമായി ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ കിടക്കുന്നത്. പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുമ്പോഴും അവര് 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നതും ഈ അപ്പോസ്തല പ്രവൃത്തി 38 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷെ അവിടെ 38 തുടങ്ങിയിരിക്കുന്ന സ്നാനത്തെ നിഷേധിച്ചിട്ടാണ് അവർ 7 അടിസ്ഥാന ഉപദേശങ്ങളെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രസംഗത്തിനും അവരുടെ ഉപദേശത്തിനും യാതൊരു കഴമ്പുമില്ല എന്നും നമുക്കറിയാം. അപ്പോ ഞാൻ വീണ്ടും വിൽസൺ ബ്രദറിലേക്ക് വരികയാണ്. നമുക്ക് സമയം പരിമിതി കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ, വളരെ സിമ്പിളായ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന സഭയെ സംബന്ധിച്ച് പ്രാരംഭത്തിൽ വിൽസൺ ബ്രദറിനെ പറഞ്ഞു, 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 11 പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നമ്മളെ കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായേന വഞ്ചിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വീണു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയാം. അപ്പൊ തീർച്ചയായും അങ്ങനെ പൗലോസ് പറഞ്ഞത് പിൽക്കാലത്ത് വളരെ വേഗത്തിൽ സംഭവിച്ചു. അതിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20:27 വാക്യങ്ങളിലും പറയുന്നുണ്ട്, സഭയ്ക്കകത്ത് കൊടിയ നായ്ക്കൾ കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം യഥാർത്ഥ സത്യസഭയ്ക്ക് ഒരു ഭർത്താവും സഭ ആത്മീയമായി ആത്മീയ ഭാര്യയും ആത്മീയ മണവാളനും ആത്മീയ മണവാട്ടിയുമാണ്. ഒരു ആത്മീയ മണവാളനെ ഉള്ളെങ്കിൽ യഥാർത്ഥ സത്യസഭയ്ക്ക് ഒരു ആത്മീയ മണവാളനെ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവായ യേശുക്രിസ്തു എന്ന ഏക ദൈവം. ഏക ദൈവത്തെ പഠിപ്പിക്കാത്ത, ഏക ദൈവത്തെ പ്രസംഗിക്കാത്ത, ദൈവത്തെ കഷ്ണങ്ങളാക്കി വിഭാഗിച്ചിട്ട് അത് തുല്യമാണെന്നും അത് എന്താ പറയാ സൃഷ്ടമാണെന്നും തുല്യമാണെന്നും എറ്റേണിറ്റി മുതൽ എറ്റേണിറ്റി വരെ 3 പേരുമായി നിൽക്കുന്നു എന്നുള്ള ഉപദേശങ്ങളൊക്കെയാണല്ലോ പ്രധാനമായും എല്ലാ സഭകളുടെ അടിസ്ഥാന ഉപദേശം. അതില് കത്തോലിക്കര് എന്നോ പെന്തക്കോസ്തുകാരെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. നമുക്കറിയാം, അതിനെ കീറിമുറിച്ച് പഠിപ്പിക്കാനുള്ള വചന പരിജ്ഞാനം കത്തോലിക്കർക്ക് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവര് കൊണ്ടുവന്ന സാധനം തന്നെയാണ് പെന്തക്കോസ്തുകാരന് അതിനെ അവര് നിലനിൽക്കാൻ വേണ്ടി പ്രകൃതി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ട്രിനിറ്റി തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ നമുക്കിന്ന് പ്രധാനമായിട്ട് അതിനെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ സത്യസഭയുടെ ദൈവം ആരാണ്, ആ ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, എന്ന് വെച്ചാൽ ബൈ നേച്ചറിൽ ആ ദൈവം എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇതറിയാണ്. ആ ദൈവമായിട്ട് നമുക്ക് എന്തിനാണ് എവിടേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്, ആ ദൈവമായിട്ട് നമുക്ക് ആദ്യത്തിൽ ഒരു ഫെലോഷിപ്പ് ആദാം സൃഷ്ടിക്കപ്പെട്ട നാളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആദാമിന്റെ സന്തതികൾക്ക് ഉണ്ടായില്ല, നഷ്ടപ്പെട്ടു പോയി. അപ്പം അതിന്റെയൊക്കെ ഒരു റെസ്റ്റോറേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം സഭയെ സ്ഥാപിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ദൈവത്തെ സംബന്ധിച്ച് യഥാർത്ഥ സത്യസഭ മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പരിജ്ഞാനത്തിൽ നിന്നും സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഞാനും ഇപ്പം ജോസ് പാസ്റ്ററും ഒക്കെ ഈ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നും വന്നു. അപ്പൊ ഞാൻ അവരെ സംബന്ധിച്ചോളം അവരുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ശിശുവായിട്ട് അവർ സ്നാനപ്പെടുന്നു, ആ ശിശു തന്നെയായിട്ട് അവർ എപ്പോഴും നിൽക്കുന്നു. എന്ന് വെച്ചാൽ നഴ്സറി പോകുന്ന പിള്ളേരെ പോലെ അവർ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. അപ്പൊ അവർക്ക് ദൈവത്തിന്റെ കൽപ്പന കൊടുത്തിരിക്കുന്നത്, ദൈവം ത്രിയേകനാണെന്ന് കൊടുത്തിരിക്കുന്നത്, അവര് ത്രിയേകൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ അവർക്ക് അറിയത്തില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് 100 വർഷം മുമ്പേ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് കൂടി വന്നപ്പോൾ അവര് നമ്മളെ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ സ്നാനം അവിടെയാ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഈ നമ്മൾ IPC ഒക്കെ കാണുന്നത് 100 വർഷം കഴിഞ്ഞ സഭകളായിട്ട് കാണുന്നത്. ഇപ്പൊ തല്ലും പ്രശ്നമായിട്ട് നടക്കുമ്പോൾ ഇവരൊക്കെ വലിയ വിദ്വാൻമാരായിട്ട് വന്നിട്ട് ദൈവം എങ്ങനെയാണ് 3 വ്യക്തിയും ഒക്കെ ആകുന്നതെന്നൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കടന്നു പോകുന്നത്. അപ്പൊ അവരെ നമുക്ക് വേണമെങ്കിൽ ഒരു മിഡിൽ സ്കൂൾ, സെക്കൻഡറി സ്കൂൾ ആ ലെവലിലേക്ക് നിർത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നു, ഇച്ചിരൂടെ ഗഹനമായിട്ട് പഠിക്കുന്നു എങ്കിലും ആ സബ്ജക്റ്റിന്റെ ആ ഒരു തീവ്രത, അതിന്റെ ശരിയായിട്ടുള്ള അതിന്റെ ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു അടിസ്ഥാന പ്രമാണം, ഏറ്റവും മുഖ്യമായ കൽപ്പന ദൈവമായ കർത്താവ്, അതായത് ദൈവം തന്നെയാണ് കർത്താവ്, ആ കർത്താവ് ഏകനാണ് എന്നുള്ള അടിസ്ഥാന പ്രമാണം, അതിൽ കൂടെ കടന്നു പോകാതെ ഒരു ഡോക്ട്രിനും
ദൈവത്തിന്റെ ആ ഒരു പ്രമാണത്തിന് അംഗീകാര്യമായിരിക്കത്തില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ക്രിസ്തീയ സഭകളെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പഴയ നിയമസഭയ്ക്ക് പറ്റിയ ആ ഒരു സെയിം കാര്യമാണ്. പഴയ നിയമസഭയിൽ ദൈവം മോശയെ 40 ദിവസം മലയിൽ വിളിച്ച് ഫാസ്റ്റിങ്ങോടെ അവിടെ പ്രേ ചെയ്തപ്പോൾ ദൈവം തന്നെ മോശയെ പ്രമാണങ്ങൾ കൊടുക്കുകയും ആ പ്രമാണങ്ങളോട് അനുബന്ധമായ ഉപദേശങ്ങളോട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നു ആ സഭയും പലരും അവിടെ അവരുമായിട്ട് മല്ലിടുന്നു. അവര് പറഞ്ഞതിന് വിപരീതമായ സുവിശേഷങ്ങൾ ആ സഭയ്ക്കും കടന്നു വന്നു. അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ സംഖ്യാപുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു 19-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു, 16-ാമത്തെ അധ്യായവും ആ ഒരു ഏരിയയിലാ നമ്മൾ കോരഹിന്റെ ഇത് കാണുന്നുണ്ട്, കോരഹിന്റെ റെബലിയൻ കാണുന്നുണ്ട്. അപ്പൊ കോരഹന് കിട്ടിയ ശിക്ഷ ആ സമയം തന്നെ നരകത്തിലേക്ക് ഇറങ്ങിപ്പോവുക എന്നുള്ള ഒരു ഇതാണ് കിട്ടിയത്. പുതിയ നിയമത്തിൽ നമുക്ക് 27 പുസ്തകങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമ്മീഡിയറ്റ് ശിഷ്യന്മാര്, അതായത് ആ സമയത്തിൽ ആദ്യത്തെ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് എഴുതിയ ലേഖനങ്ങളിൽ 27 ലേഖനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ലേഖനങ്ങളെല്ലാം ശിഷ്യന്മാര് തന്നെയാണ് നമ്മൾക്ക് അറിയിച്ചിരിക്കുന്നത്. ഒന്നും വേറെ കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് എഴുതി നമ്മളെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള 4 ലേഖനങ്ങൾ, അതാണ് 4 ഗോസ്പൽ എന്ന് പേരിട്ടിരിക്കുന്ന ലേഖനങ്ങൾ. പക്ഷെ ഈ പുസ്തകങ്ങളെ പറ്റി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് നന്ന്, ആ പുസ്തകത്തിന്റെ അവസാന ഭാഗം, അതായത് കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം അവരെ കാണുമ്പോൾ പറയുന്നു, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറയുന്നു. അപ്പോൾ ഈ മന്ദബുദ്ധികളായിരിക്കുന്ന നമ്മളിപ്പം പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് മുമ്പേ ആ 4 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ടൻ അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയായ ഒരു മനുഷ്യൻ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഇരിക്കും. അവർക്ക് ഒന്നും അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധ്യമേ അല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടെ കടന്നുപോയി. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലുണ്ട്. അവരോട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു അവരോട് പിരിയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മോശയെ കർത്താവ് പഠിപ്പിച്ചതുപോലെ 40 ദിവസം അവരുടെ കൂടെ നിൽക്കുകയും അവരെ ഓരോ കാര്യം ഉപദേശത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് ഏതെങ്കിലും ലേഖനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ ഉപദേശം എന്തായിരുന്നു എന്നും ആ കർത്താവായ യേശു ക്രിസ്തു ജീവനോടെ ഒരു ജഡത്തിലിരുന്ന സമയത്ത്, ജീവനോടെ ഇരുന്ന സമയത്ത്, അവൻ എന്നും ജീവിക്കുന്നവനാണ്, പക്ഷെ എന്നാലും ജഡത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവരോട് സംസാരിച്ചതൊന്നും അവർക്ക് മനസ്സിലായില്ല എന്നും അവർക്ക് 40 ദിവസം ആ ഒരുക്കം മോശയ്ക്ക് കൊടുത്തതുപോലെയുള്ള ഒരുക്കം അവർക്ക് കൊടുത്തു എന്ന് പറയുന്നു. നമുക്ക് എവിടെയാണ് ഇത് കാണാൻ പറ്റുന്നത്? അവരുടെ പ്രവൃത്തിയിലാണ് നമുക്ക് ആ ഉപദേശങ്ങളെ കാണുവാൻ സാധിക്കുന്നത്. അതിനു മുമ്പേ ആ ഉപദേശങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ആ ഉപദേശങ്ങളെ നമ്മൾക്ക് കാണണമെങ്കിൽ നമ്മൾക്കും പരിശുദ്ധാത്മാവ് ലഭിക്കണം. എന്നാലേ നമുക്ക് അവരുടെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിൽ നിന്നും നമ്മൾക്ക് വിപരീതമായി തോന്നിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ ഉപദേശത്തിൽ അവർ പ്രവൃത്തിയിൽ ചെയ്തു എന്നത് ആ 40 ദിവസത്തിന്റെ ഒരുക്കമാണ്. അത് വേറെ ആരുടെയും അടുത്തല്ല, ആത്മാവായ ദൈവം അവർക്ക് വെളിപ്പെട്ട് കൊടുക്കുന്നതാണ്. മോശയെ പോലെ അവർ വിറച്ചുകൊണ്ട് ആ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടായിരിക്കും ആ ഉപദേശങ്ങളെ പ്രാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ പറഞ്ഞതെല്ലാം ആത്മാവിലായിരുന്നു. അവർ പറഞ്ഞതിന് വേണ്ടി അവർ മരിക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നു. ഇന്ന് പല ഉപദേശിമാരുടെ മാതിരി ഉള്ള ഡൊണേഷന്റെ കാശും കിട്ടി പല വിധമായ പല ചാരിറ്റീസും ഉണ്ടാക്കി അവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം നേടി ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ലായിരുന്നു അവർ. അവര് പറഞ്ഞതിന് വേണ്ടി അവർ പോയി ജീവൻ കൊടുത്തു. അവർക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ
ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആലോചിക്കണം. ഈ സമയത്ത് നമ്മൾ മാനസാന്തരത്തെ പറ്റി പറഞ്ഞു. മാനസാന്തരത്തിന് വേണ്ടി ഹീബ്രുവിലുള്ള വാക്ക് ടെഷുവ എന്ന വാക്കാണ്. ടെഷുവ എന്ന വാക്കിന്റെ അർത്ഥം യഹോവയെങ്കിലേക്ക് തിരിയുക എന്നാണ്. യഹോവയെങ്കിലേക്ക് തിരിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് പറഞ്ഞാൽ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ യഹോവയുടെ നാമത്തെ അറിയുന്നവന് മാത്രമേ യഹോവയെങ്കിലേക്ക് തിരിയുകയും യേശു ക്രിസ്തു എന്ന നാമത്തെ അംഗീകരിക്കുവാനും സാധിക്കത്തുള്ളൂ. യഹോവയുടെ നാമം തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് അറിയുന്നവൻ മാത്രമേ യഹോവയെങ്കിലേക്ക് തിരിയുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്യത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഏക ആത്മാവാണ്. എഫെസ്യർ 4:4 അവൻ ഏക ആത്മാവാണ്, ഏക ശരീരമാണ്. അതുകൊണ്ട് സ്നാനം ഒന്ന്, അതായത് അപ്പോസ്തോലന്മാർ 40 ദിവസം ശിക്ഷ ലഭിച്ച ശേഷം നമ്മളോട് പറഞ്ഞ സ്നാനം, ആദ്യത്തെ സ്നാനം, അത് അപ്പോസ്തോല പ്രവൃത്തി 2 നമ്മൾ കാണുന്നു. പിന്നെ തുടർന്നുള്ള എല്ലാ സ്നാനങ്ങളും അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് പിതാവിന്റെ നാമം യേശു ക്രിസ്തുവിന്റെ നാമം, പുത്രന്റെ നാമം എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തു ആണെന്ന്, പരിശുദ്ധാത്മാവിന്റെ നാമവും യേശു ക്രിസ്തു എന്ന ഏക നാമമാണെന്നുള്ള പ്രഖ്യാപനം അത് തന്നെയാണ് യഹോവയുടെ നാമം. യഹോവയെങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മൾ എടുക്കേണ്ട നാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. വേറെ ഒരു നാമവുമില്ല. സ്വർഗത്തിൽ ഏറ്റവും മേലായ നാമമാണ്. അതുകൊണ്ട് അത് പിതാവിന്റെ നാമം തന്നെയാണ്, വേറെ ആരുടെയും നാമമല്ല എന്ന് അറിഞ്ഞ് അവൻ തന്നെ ഏക ദൈവം, ഏക ആത്മാവ്, ഏക ശരീരം, അവൻ തന്നെ ആ ഒരു രാജ്യത്തിന്റെ രാജാവായ ഏക സത്യ ദൈവം. നമ്മൾ കാണുന്നു സങ്കീർത്തനത്തെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ എന്നേക്കും രാജാവാണെന്ന് പറയുന്നു. അവൻ ഇന്നും ഇന്നലെയും മറ്റന്നാളും മാറുന്ന രാജാവല്ല, അവൻ എന്നേക്കും രാജാവാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു? അവന്റെ തോളിൽ the government will be upon his shoulders എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ മനുഷ്യനായി വന്നിട്ട് മനുഷ്യനെ ഭരിക്കുവാൻ വേണ്ടിയുള്ള അധികാരം കൂടെ എടുക്കുകയാണ്. ദൈവം എന്ന രീതിയിൽ അവൻ ഏക പരിശുദ്ധനെന്ന് എണ്ണപ്പെടണമെങ്കിൽ മനുഷ്യനിൽ ഒരുവനായിട്ട് മനുഷ്യരിലും ഏക പരിശുദ്ധനായി കണക്കെടുക്കപ്പെടണം. എന്നിട്ട് അവൻ രാജാവെന്നും നിത്യപിതാവ് അവൻ ഇന്നും ഇന്നലെയുമല്ല, എന്നേക്കും അവൻ പിതാവാണ്. അവൻ തന്നെ പിതാവായിരുന്നു. അവൻ ഏകപുത്രനായി വീണ്ടെടുപ്പുകാരനായി മനുഷ്യൻ വേണ്ടി വീണ്ടെടുപ്പിന്റെ രക്ഷാനായകനായിട്ട് മനുഷ്യൻ എന്ന രീതിയിൽ ഈ ലോകത്തിൽ കടന്നു വന്നു. അവൻ പക്ഷെ നിത്യപിതാവ് തന്നെയാണ്, വേറെ ആരുമല്ല. ഏക ദൈവം, ഏക സഭ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായ ഏക മണവാട്ടിയായ സഭ. താങ്ക് യു വെരി മച്ച്. സമയം 10 മണി ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊരു ഇന്റർപ്രിട്ടേഷൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ തന്നെ അധിക പ്രസംഗമാവും. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കാര്യത്തെ സംസാരിക്കുന്നത് തന്നെ ശരിയല്ല. അവസാനമായിട്ടൊരു ചോദ്യം സൈമൺ ബ്രദറിനോടാണ്. നമ്മൾ ഈ പ്രസ്താവിക്കുന്ന ഈ ദൈവസഭ നമ്മൾ കാണുന്നത് ആളുകളൊക്കെ ബൈ ബർത്തിൽ ജന്മന കത്തോലിക്കരായിട്ട് അല്ലെങ്കിൽ ഓർത്തഡോക്സ്, CSI, മാർത്തോമ, ചിലരെങ്കിലും ഒരു 4th ജനറേഷൻ, 2nd ജനറേഷൻ പെന്റക്കോസ്റ്റൽസ് ജനിക്കുന്നത് പെന്റക്കോസ്റ്റൽ കുടുംബങ്ങളിലാണ്. അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് അവരെല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സഭ, ദൈവസഭ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ അതെല്ലാം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സഭകളാണ്. ഉപദേശത്തിലും പിന്നെ അവരുടെ വസ്ത്രധാരണത്തിലും ശുശ്രൂഷയിലും ഒക്കെ വ്യത്യാസമായിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി സംസാരിക്കപ്പെട്ട യഥാർത്ഥ ദൈവത്തിന്റെ സത്യസഭയിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ എന്താണ് മാർഗം? അങ്ങനെ ആ സഭയുടെ ഭാഗമാകാതെ ഇരിക്കുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമോ? അവനെ സംബന്ധിച്ച് ശിക്ഷാവിധിയിലാകപ്പെടുമോ? ഇത് വളരെ ശ്രദ്ധയോടെ ആളുകൾ കേൾക്കണം. ഒരു പക്ഷേ നമ്മളിത് കുറച്ച് ആദ്യമേ ചോദിക്കണം, കാരണം വീഡിയോ മുഴുവൻ കാണുന്ന ആളുകൾ വളരെ ചുരുക്കുക. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഭയുടെ യഥാർത്ഥമായ അപ്പസ്തോലിക, യഥാർത്ഥമായ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമാകാതെ ഉള്ള വ്യക്തികൾ ശിക്ഷാവിധിയിലാകപ്പെടും. അതാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ ശിക്ഷാവിധിയിലാകപ്പെടാതിരിക്കണമെങ്കിൽ ഒരു വ്യക്തി എന്തു ചെയ്യണം? എങ്ങനെയാണ് ഒരു വ്യക്തി സഭയുടെ ഭാഗമായി തീരുന്നത് എന്നുള്ളത് ഒന്ന് വളരെ ചുരുക്കമായ സമയങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അറിയിക്കാം. പ്രൈസ് ലോർഡ്. മാർക്ക് 16:16 പറയുന്നത് ബിലീവ്ഡ് ആൻഡ് ബാപ്റ്റൈസ്ഡ് വിൽ ബി സേവ്ഡ്. ഓക്കെ, അപ്പൊ ആദ്യമേ നമ്മളൊന്ന് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം എന്നുള്ള ഭാഗം നമ്മൾ
വിൽസൺ ബ്രദറും കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് പറയുക. ഈ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാര്, ഞങ്ങളുടെ പൂർവ്വ വിശ്വാസം, അതൊക്കെയാണ് മിക്ക സഭകളും ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മക്കളെയും അവരുടെ ആ ജനറേഷനായിട്ട് ഞങ്ങൾ കത്തോലിക്കക്കാരെ ഞങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വ പിതാക്കന്മാരെല്ലാം ആ സഭയിലാ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ CSI അല്ലെങ്കിൽ മർത്തോമാന്ന് പറയുന്നു. പക്ഷെ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ആരെന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കണം. അത് ആരാന്ന് വിശ്വസിക്കണം. അപ്പം നമ്മൾ അതിനുവേണ്ടി പോകേണ്ട ആദ്യത്തെ നമുക്ക് ടീച്ചിങ് തന്നേക്കുന്നത് Deuteronomy 6:4-10 വരെ നമ്മൾ കാണുന്നുണ്ട്. ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ഗോഡ്. ഓക്കെ, അപ്പൊ ആ വൺ ലോഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ വൺ ലോഡ് തന്നെയാണ് നമ്മുടെ ഗോഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അത് കഴിഞ്ഞിട്ട് അത് അവിടെ നമ്മുടെ പിതാക്കന്മാർക്ക് തന്നേക്കുന്ന ആ സമയത്ത് ഒരു കമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിള്ളേരോട് അത് പറഞ്ഞു കൊടുക്കണം. എല്ലാ ദിവസവും അത് പറയണം. അവരുടെ കയ്യിൽ അത് കെട്ടിവെക്കണം, അവരുടെ ഫോർഹെഡ് വെക്കണം, അവരുടെ ഫ്രണ്ടില് കണ്ണിന്റെ മുമ്പേ ഈ ഒരു വചനം എഴുതി വെക്കണം. ഇതാണെന്ന് പൂർവ്വ പിതാക്കന്മാർക്ക് കിട്ടിയ ഒരു കമാൻഡ്മെന്റ്. ഈ കമാൻഡ്മെന്റിനെയാണ് വിട്ടിട്ട് പിന്നെ വേറെ പൂർവ്വപിതാക്കന്മാരുടെ പുറകെ പോയേക്കുന്നത്. ആ പൂർവ്വപിതാക്കന്മാരുടെ പുറകെ പോയായിരുന്നെങ്കിൽ, അല്ല വചനപ്രകാരമുള്ള പൂർവ്വപിതാക്കന്മാർ എന്തുവാ നമ്മളുടെ പിള്ളേർക്ക് പഠിപ്പിക്കുന്നുള്ള കാര്യം നമ്മളുടെ പിള്ളേരെ പഠിപ്പിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇന്നുണ്ടാകത്തില്ലായിരുന്നു. അപ്പം സഭയുടെ ആദ്യമേ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവം ഏകനാണെന്നുള്ള ഒരു ആ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുകയും ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ പിതാവ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോഴാണ് നമ്മൾ സഭയുടെ അംഗങ്ങളായി തീരുന്നത്. ഇത് ചെയ്യാത്ത വശം നമുക്ക് പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കത്തില്ല. പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കത്തില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കത്തില്ല. ക്രിസ്തുവിനെ ധരിക്കത്തില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരത്തില്ല. ക്രിസ്തു നമ്മളുടെ തലയായി തീരത്തില്ല. ഇന്ന് പല സഭകളുടെയും ശരീരം ഒന്നാണെങ്കിലും തല 3 എണ്ണമാണ്. ഒന്ന് പിതാവ്, ഒന്ന് പുത്രൻ, ഒന്ന് പരിശുദ്ധാത്മാവ്. പക്ഷെ നമുക്ക് ഒരു തലയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. വചനം പഠിപ്പിക്കുന്നത് നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളുടെ ഏക തല. ആ ആ ക്രിസ്തുവിനെ ധരിച്ചാൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്താം. അല്ലാതെ ഏത് ടീച്ചിങ്, എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതൊക്കെ എല്ലാം ലൗകിക, എല്ലാവരും പറയുന്നുണ്ട് നല്ല പ്രവൃത്തി ചെയ്യണം, ദാനം ചെയ്യണം, മറ്റേത് ചെയ്യണം, അതെല്ലാ റിലീജനും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കർത്താവാണ് നമ്മളുടെ ഏക മാർഗം. ആ വാതിൽ ചെല്ലുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവെന്ന് ദാനം ഇല്ലെങ്കിൽ അവിടുന്ന് പതുക്കെ അങ്ങ് പറഞ്ഞു വിടത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ എൻട്രി ഇല്ലെന്ന് പറയാം, ഞങ്ങൾ നിങ്ങളെ അറിയുന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പല അത്ഭുതങ്ങൾ ചെയ്തു, പല വീരപ്രവൃത്തികൾ ചെയ്തു. പക്ഷെ കർത്താവ് പറയുന്നത് ഞങ്ങൾ നിന്നെ അറിയുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാതെ പോയി, 3 തലയുടെ പുറകെ പോയി. അതുകൊണ്ട് കർത്താവിന്റെ തലയിലെ ആ ബോഡിയുടെ ശരീരത്തിന്റെ ഭാഗമായി തീരാനൊക്കത്തില്ല. ഞാൻ അതിനെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും, എക്സാക്ട്ലി. ഞാനത് അവസാനിപ്പിക്കാൻ പോവാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് 10 മണി 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നത്. അല്പം വിവേകവും ബുദ്ധിയുമുള്ള ആളുകൾക്ക് അവർ നിൽക്കുന്ന സഭ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞാനത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, നമ്മളൊക്കെ ഞാനും നമ്മൾ 4 പേരും, നിങ്ങൾ 2 പേരും ഒരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുടുംബ പേരുണ്ട്. ഇന്ന വീട്ടുകാർ, എന്റെ വീട്ടുകാരാണ് ഞാലിപ്പറമ്പിൽ നിന്നാണ്, ജോയ് പാസ്റ്ററുടെ വീട്ടുകാർ കുന്നിനിയിൽ നിന്നാണ്. അപ്പൊ കുന്നിനിയിൽ ഫാമിലിയില് അവിടെ പോയി വേലയ്ക്ക് പണിക്ക് നിന്ന് ഒരു 10 വർഷം 20 വർഷം പണിക്ക് നിന്നാലും ആ ഫാമിലി മെമ്പർ ആവത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് ദാസൻ എപ്പോഴും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനും എന്നേക്കും ഭവനത്തിൽ വസിക്കും. അപ്പം നമുക്കൊരു ഫാമിലി നെയിം വന്നത് ബൈ ബർത്തിലാണ്. അപ്പൊ അതുപോലെ ദൈവസഭയും ലോഡ്ജ് അല്ല, ബൈ ബർത്തിൽ മാത്രമേ നമുക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയൂ. യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ പുതിയതായിട്ട് ജനിക്കാതെ, പാപങ്ങളുടെ മോചനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാപിക്കാതെ, മാനസാന്തരം സംഭവിക്കാതെ നമുക്ക് ഇവിടെ ഭാഗമായിരിക്കാൻ പറ്റില്ല. അല്ലാത്തടത്തോളം കാലം ഇത്തരം ബ്രാൻഡിൽ അവർക്ക് അറിയപ്പെടാൻ കഴിയും. ആ ബ്രാൻഡുകൾ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി അഗ്നിപ്പൊയ്യിൽ വലിച്ചെറിയുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സഭയുടെ ഭാഗമായി വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ മാതാപിതാക്കളുടെ കാലം തൊട്ട് പൂർവ്വപിതാക്കന്മാരുടെ കാലം തൊട്ട് ആയിരിക്കുന്നവരായിരിക്കാം. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു
മതസംഘടനയുടെയോ ഒരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ജീവിക്കാം. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് അതുകൊണ്ട് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം, പദവികൾ ഉണ്ടാക്കാം. പക്ഷേ നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന് പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുക. നമുക്കെല്ലാവർക്കും ഒരു ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് വിവിധങ്ങളായ മാർഗങ്ങളിൽ നിന്ന് കടന്നു ചെല്ലുന്നവർക്ക് അവിടെ പ്രവേശനമില്ലെന്നുള്ള കാര്യവും ഈ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ ഏക സത്യദൈവവും പിതാവുമായി അംഗീകരിച്ച് പാപങ്ങൾ അവനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം പെട്ട് വാഗ്ദത്ത പരിശുദ്ധാത്മാവ് പ്രാപിച്ച് പുതുതായി നിങ്ങൾ ജനിക്കുമെങ്കിൽ യെരൂശലേമിൽ സ്ഥാപിതമായ ആ യഥാർത്ഥ അപ്പസ്തോലികവും ഏകവും ശ്ലൈഹികവും വിശുദ്ധവുമായ സാർവത്രികമായ സഭയുടെ ഭാഗമായി നിങ്ങൾ പുതുതായി ജനിക്കപ്പെടുകയും ബൈ ബർത്തിൽ ജനനത്തിൽ നിങ്ങൾ കർത്താവിന്റെ വിശുദ്ധ ശരീരമാകുന്ന ആത്മീയ ശരീരമാകുകയും നിങ്ങൾ കർത്താവിന്റെ വരവുകൾ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ഇത് ഞങ്ങൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്ന ഉപദേശമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള മറുപടിയായി പറയട്ടെ, ഞങ്ങൾ ഏതെങ്കിലും സംഘടനാ ബ്രാൻഡുകളുടെ ഭാഗമല്ല. ബൈബിൾ പറയുന്നത് ഉവ എന്ന് പറയുമ്പോൾ ഉവെന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്നും പറയുന്ന ഏതാനും ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സത്യം തുറന്നും അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ വീഡിയോകൾ കാണുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിലും പുറകെ പിന്നാലെ അത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അനേകം വീഡിയോകൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പ്രാധാന്യമേറിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നുവെങ്കിൽ പൂർണ്ണമായി കാണാത്തവരോട് ഇതൊന്ന് കാണാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഒരു അപേക്ഷ കൊടുക്കുകയോ ഇതൊന്നൊരു ലിങ്ക് അയച്ചു കൊടുക്കുകയോ ചെയ്ത് നിങ്ങൾ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെയും കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.